പല പടത്തിൻ്റെയും നെഗറ്റീവും മറ്റുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ മണിച്ചിത്രത്താഴ് എങ്ങനെയും ഞങ്ങൾ റിലീസ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രസ്റ്റേജ് പ്രശ്നമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി. അതിപ്പോൾ ഞങ്ങൾ 4K ഇത് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാം നിർമ്മാതാവായ ശ്രീ അപ്പച്ചൻ സാറ് പറയുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ അപ്പച്ചൻ സാറിൻ്റെയും ഗുരുനാഥനാണ് ഫാസിൽ സാറ്. സ്ഥലത്തെത്തുമെന്ന് പറഞ്ഞതാണ്, ചില സാങ്കേതിക കാരണത്താൽ വന്നില്ല. അദ്ദേഹവും ഒക്കെ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് താമസിയാതെ തന്നെ നിങ്ങളെല്ലാവരും വിളിച്ച് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. മണിച്ചിത്രത്താഴ് സിനിമ 31 വർഷം മുമ്പ് റിലീസായ ഒരു സിനിമയാണ്. അപ്പോൾ ഒരു 25 വയസ്സുള്ള ആൾക്കാരൊക്കെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവില്ല, TV-യിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം പ്രേക്ഷകരെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് രണ്ടാമതൊന്ന് റിലീസ് ചെയ്ത് കൊള്ളാം എന്ന് ആലോചിച്ചത്. എൻ്റെ സുഹൃത്തായ സോമൻപിള്ള ഇങ്ങനെ ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരികയും അപ്പോൾ നല്ലൊരു ആശയമാണല്ലോ എന്ന് വിചാരിച്ച് അതിലും ഞാനും കൂടി ചേർന്നിട്ടാണ് രണ്ടാമത് റിലീസ് ചെയ്യുന്നത്. ഈ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്, നമുക്കിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം കാലം കഴിയുന്തോറും അതിൻ്റെ ഇതിവൃത്തത്തിൻ്റെ പുതുമ നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം മനുഷ്യ മനസ്സുകളുടെ ഒരു കഥയാണ് അതിൽ പറയുന്നത്. അന്ന് തന്നെ ഇത് ഇറങ്ങിയ കാലത്ത് തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ 366 ദിവസം റെഗുലർ ഷോ കളിച്ച ഒരു സിനിമയാണ്. അത് 93-ലെ നാഷണൽ അവാർഡ് ഫാസിൽ സാറിന്, സംവിധായകൻ ഫാസിൽ സാറിന് അവാർഡ്, എനിക്ക് അവാർഡ്, ശോഭനയ്ക്ക് ഉർവശി അവാർഡ്, ദേശീയ പുരസ്കാരമാണ്. അപ്പം അങ്ങനെ അംഗീകാരങ്ങളുള്ളൊരു സിനിമയിൽ ജനങ്ങളുടെ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് ഒരു വർഷം ഓടുക. ഒരു വർഷം ഒരു തിയേറ്ററിൽ ഓടിയ സിനിമകൾ വളരെ കുറവാണ്. ഒരു വർഷം ഈ ശ്രീകുമാർ തിയേറ്ററിൽ 366 ദിവസം റെഗുലർ ഷോ ആയിരുന്നു. 4 ഷോ വെച്ചാണ് സിനിമ കളിച്ചത്. ആ സിനിമ അതിനുശേഷം ജനിച്ച ആൾക്കാരുണ്ടല്ലോ 93-ന് ശേഷം ആ ആൾക്കാർക്ക് ഒന്ന് തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ കണ്ടാൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അതിൻ്റെ ഒരിക്കലും പുതുമ, മനുഷ്യകുലം ഉള്ളിടത്തോളം കാലം പുതുമ നഷ്ടപ്പെടാത്ത ഒരു ഇതിവൃത്തി കഥാതന്തുവാണ് ഈ സിനിമ പറയുന്നത്. അതേപോലെ അതുല്യ പ്രതിഭ ആയിട്ടുള്ള ഡയറക്ടറാണ് നമുക്കറിയാം ഫാസിൽ സാർ. അദ്ദേഹത്തിൻ്റെ 3 വർഷം കൊണ്ടാണ് അദ്ദേഹം മധുമുട്ടവും അദ്ദേഹം കൂടി ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. അതൊന്നും അധികം ആൾക്കാർക്ക് അറിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും സാധാരണ സിനിമയുടെ കഥ എങ്ങനെ പെട്ടെന്ന് എഴുതി ഉണ്ടാവില്ല, അങ്ങനെയല്ല. ഇത് 3 വർഷം എടുത്തു ഫാസിൽ സാറും മധുമുട്ടവും കൂടെ അതിൻ്റെ കഥ ഡിസ്കസ് ചെയ്ത് ഈ സിനിമ സ്ക്രിപ്റ്റാക്കി എടുക്കാൻ വേണ്ടി. അതേപോലെ അതിൻ്റെ സിനിമയുടെ കാസ്റ്റിംഗ് മോഹൻലാൽ, ശോഭന, അതിൽ കൂടെ അഭിനയിച്ച മൺമറഞ്ഞുപോയ കലാകാരന്മാരുണ്ട്. അവരെയൊക്കെ ഒന്ന് വീണ്ടും ഓർമ്മിക്കാനും പുതിയ തലമുറയ്ക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താനും ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 31 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു പടത്തിൻ്റെ ഡിസൈൻ വീണ്ടും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു മഹാഭാഗ്യമാണ്. അതൊരു റെയർ ചാൻസായിട്ട് ഞാൻ കരുതുന്നു. അത് തന്നെയല്ല, ഫാസിൽ സാർ പ്രത്യേകം പറഞ്ഞു ഇത് സാബുവിനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്ന് പറഞ്ഞു എന്നാണ് സോമൻ എന്നോട് പറഞ്ഞത്. അതും വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്. പിന്നെ ഒരു പോസ്റ്റർ ഡിസൈനറെ സംബന്ധിച്ച് പോസ്റ്റർ ഡിസൈനർക്ക് മാത്രമാണ് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ വർക്ക് പല പ്രാവശ്യവും മാറ്റി മറിച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സിനിമയ്ക്കുള്ളിൽ പ്രവർത്തിച്ച ടെക്നീഷ്യൻസിന് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ള സാധ്യതകളില്ല. അപ്പോൾ ഒരു പോസ്റ്റർ ഡിസൈനറെ സംബന്ധിച്ച് വീണ്ടും അങ്ങനെ ചെയ്യാനുള്ള അവസരം കിട്ടിയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അന്ന് ഈ പടത്തിന് വേണ്ടി വർക്ക് ചെയ്ത ഒരുപാട് സഹപ്രവർത്തകർ ഇന്ന് പലരും ഇല്ല. ഒരുപാട് പേർ ഓർമ്മപ്പൂക്കളായി മാറി. പിന്നെ 31 വർഷം മുമ്പ് ഈ പടം ചെയ്യാൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ
പടത്തിൻ്റെ പേര് മണിച്ചിത്രത്താഴ് എന്നാണ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ എഴുതാൻ ഏൽപ്പിക്കുമ്പോൾ എന്താണ് മണിച്ചിത്രത്താഴ്, അതെങ്ങനെ ഇരിക്കും, അതെന്ത് സാധനമാണെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെ ഒരന്വേഷണത്തിൽ ഈ പടത്തിനകത്ത് ഉപയോഗിച്ച ഒരുപാട് പ്രോപ്പർട്ടീസ് എറണാകുളത്തുള്ള വളരെ പ്രായമുള്ള ഒരാൾ ഒരു പഴയ ഇല്ലോ മനയെല്ലാം പൊളിച്ച് അത് പീസാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ നിന്നായിരുന്നു മണി സുചിത്ര ആർട്ട് ഡയറക്ടർ ഈ പടത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് എടുത്തതെന്ന് അറിഞ്ഞിട്ട് അയാളുടെ വീട്ടിൽ പോയി. അപ്പോൾ അയാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 3 നില വീടിൻ്റെ മുറ്റം മുഴുവനും ടർപ്പോളിട്ട് പന്തൽ പോലെ ആക്കിയിട്ട് കുറേ ആശാരിമാരിരുന്നിട്ട് പൊളിച്ച മനയുടെ പല ഭാഗങ്ങളൊക്കെ അഴിച്ചു മാറ്റുന്ന സീനാണ് കണ്ടത്. ഈ 3 നിലയിലും കംപ്ലീറ്റ് ഈ ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പോലെ ആൻറ്റീക്സ് പീസുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പോൾ അയാളുടെ പെർമിഷൻ എല്ലാം വാങ്ങിച്ചിട്ടത് മൊത്തം കയറി കണ്ടു കഴിഞ്ഞപ്പോഴാണ് മണിച്ചിത്രത്താഴ് എന്താണെന്ന് മനസ്സിലായതും ആദ്യമായിട്ട് കാണുന്നതും. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ബ്രാസിൻ്റെ തിളക്കമുള്ള മണിച്ചിത്രത്താഴുകളായിരുന്നില്ല അവിടെ കണ്ടത്. തുരുമ്പെടുത്ത ഇരുമ്പിൽ ചെയ്ത ഒരുപാട് വർഷം പഴക്കമുള്ള തടിയിൽ നിന്നൊക്കെ പറിച്ചെടുത്ത ഒടിഞ്ഞ പീസുകളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കുറേ മണിച്ചിത്രത്താഴുകളാണ് അവിടെ കണ്ടെത്താൻ പറ്റിയത്. അപ്പം അതിൽ നിന്ന് ഏറ്റവും ഷേപ്പുള്ള ഒരു സാധനം എടുത്തുകൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് തുരുമ്പെല്ലാം മാറ്റി അതിൻ്റെ പുറത്ത് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് സൂര്യ ജോണിൻ്റെ സ്റ്റുഡിയോൻ്റെ മതിലിൽ പിടിച്ചിട്ട് ഒരു 430 വൺ സൈഡ് ലൈറ്റിൽ അതിൻ്റെ പ്രൊജക്ഷനൊക്കെ വ്യക്തമായിട്ട് കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുത്തിട്ടാണ് ഈ ടൈറ്റിലിൻ്റെ പിൻപിൽ അത് പ്ലേസ് ചെയ്തത്. പക്ഷേ അതൊരു വലിയ ട്രെൻഡായിട്ട് മാറുമെന്ന് അന്ന് വിചാരിച്ചില്ല. അതിനുശേഷം എത്രയോ വലിയ വീടുകളുടെ 31 വർഷം മുമ്പ് മുതൽ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ഫർണിച്ചറും ആക്സസറീസൊക്കെ വിൽക്കുന്ന കടകളിൽ ബ്രാസിൻ്റെ മണിച്ചിത്രത്താഴ് കണ്ടു. ഞാനിന്നിപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറി വരുമ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ മെയിൻ ഡോറിൽ മണിച്ചിത്രത്താഴ് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം അതൊരു നിമിത്തം പോലെ തോന്നി. എന്താണേലും ഈ ചിത്രത്തിൻ്റെ പോസ്റ്റേഴ്സ് ചെയ്യാനും ഇതിൽ പങ്കാളിയാകാനും അവസരം ഉണ്ടാക്കി തന്ന അപ്പച്ചൻ സാറിനോടും സോമനോടും ഫാസിൽ സാറിനോടും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ഒരു സിനിമ അതിൻ്റെ എല്ലാവിധ സാങ്കേതിക മികവോടുകൂടി അത് സൗണ്ട് ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ ആ ക്വാളിറ്റിയിൽ എനിക്ക് പേഴ്സണലി എനിക്ക് കാണണമെന്നല്ലോ ആദ്യത്തെ ആഗ്രഹം. അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും കാണുന്ന അവസരം കിട്ടണമെന്നായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇത് 4K റെസൊല്യൂഷനിലും അതിൻ്റെ വീഡിയോ അതിനോടൊപ്പം തന്നെ ഫുൾ ഡോൾബി അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ ശബ്ദം മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് വിൽ ബി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. പിന്നെ എന്താണെന്ന് പറയണമെന്ന് വെച്ചാൽ ഈ സിനിമ ഒത്തിരി ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒത്തിരി വലിയ റീച്ച് ആ പടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ ഒരു ക്രാഫ്റ്റിൻ്റെയോ അതിൻ്റെ ഒരു പൂർണ്ണത ആ റീമേക്കുകൾ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മലയാളം സിനിമയ്ക്ക് ഒത്തിരി പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഈ സിനിമയുടെ ക്വാളിറ്റി നമ്മുടെ മലയാളം സിനിമയുടെ ക്വാളിറ്റി മലയാളികളല്ലാത്തവരും കൂടി അക്നോളജ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനും കൂടിയിട്ടാണ് ഞങ്ങളുടെ സംരംഭം. താങ്ക് യു. ഇതിലൊരു ഭാവ സൈന വീഡിയോ ഇതിൻ്റെ ഒരു ഭാഗവാക്കാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമ ഇറങ്ങി 2.5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ CD ആദ്യമായിട്ട് മലയാളത്തിലെ ഫസ്റ്റ് CD ആണ് മണിച്ചിത്രത്താഴ്. അത് ഒരു ലോക റെക്കോർഡ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇന്നും ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ CD മണിച്ചിത്രത്താഴ് തന്നെയാണ്. അതിന് ഞാൻ അപ്പച്ചൻ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുകൂടാതെ ഈ സിനിമ എക്കാലത്തും വീഡിയോ ഫീൽഡിൽ നിന്നല്ല, ഇപ്പോൾ ഇൻ്റർനെറ്റിലായാലും അല്ലെങ്കിൽ 4K ഇപ്പോൾ വരുന്ന ഏറ്റവും മാക്സിമം കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ 4K അറ്റ്മോസിൽ ഇന്നത്തെ ജനറേഷന് കാണാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം അത്രയും ക്വാളിറ്റി ഇതുവരെയും വേറെ ഒന്നിലും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ട സോമനും
ഈ പറഞ്ഞ മറ്റേ എല്ലാവർക്കും ഇതിൻ്റെ ഒപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയും. പക്ഷെ ഇവർക്കൊക്കെ ഒരു സംശയമുണ്ട്. രണ്ടാമത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു സംശയമുണ്ട്. കാരണം അത് അവരെ സംശയിക്കുന്നതിന് അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അന്ന് സുരേഷ് ഗോപി കല്യാണത്തിന് കണ്ടപ്പോൾ പിന്നെ ഞാനങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ നകുലിനെ വീണ്ടും കണ്ടു. നടക്കും അപ്പം ചേട്ടാ അതല്ല എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അത് ആ ചോദിച്ചതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് നടക്കില്ലായിരുന്നു. കാരണം ഞാൻ മറ്റോരോ തിരക്കുകളാണ്. ഒരു മണിച്ചിത്താട് 31 കൊല്ലമായി, അതേപോലെ ഗോഡ് ഫാദർ ഉണ്ട്. ഇത് രണ്ടാമത് ചെയ്യണം. ഇപ്പോൾ സ്പടിയും വന്ന് കണ്ടപ്പോൾ നമുക്കിങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒന്ന് ആലോചിച്ചാലും ആ ആലോചന നേരെ വിളിക്കുമ്പോൾ ഉണ്ടാകുകയാണ്. പക്ഷേ ഇത് സോമേട്ടനെ എന്നെ നിർബന്ധിച്ച് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം സിനിമയിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. എല്ലാ സിനിമയും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് 500 സിനിമകളുടെ നെഗറ്റീവായിരിക്കുന്നത്. എൻ്റെ അടുത്ത് കൂടി വന്നാൽ പരമാവധി എത്ര സിനിമയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇദ്ദേഹം അത് പഠിച്ച വ്യക്തി. അപ്പം അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ആ ചോദ്യം അങ്ങ് ചോദിച്ചത് ശരിയാണ്. ഈ അവരിങ്ങനെ ചോദിച്ച് ചിലപ്പോഴും നടക്കുമെന്നുള്ളത് ഇപ്പോഴാണ് യാഥാർത്ഥ്യമായത്. ഇനിയിപ്പോൾ അവരെന്നെ എല്ലാവരും എന്നോട് സഹകരിക്കും. എല്ലാവർക്കും ഒരു സിനിമ നമ്മൾ ബേസിക്കലി ഉണ്ടാക്കുന്നത് എന്താണ്? അത് ആർട്ടിസ്റ്റ് ആയാലും ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും ടെക്നീഷ്യൻ ആയാലും അതിൻ്റെ പരസ്യം സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കണം. ജനങ്ങൾ കാണണം. സിനിമയുടെ ബേസിക് എന്താണ്? ഏത് സിനിമ ആയിക്കോട്ടെ ജനങ്ങൾ കാണണം. അത് അപ്പം നമ്മൾ രണ്ടാമത് വീണ്ടും പുതിയ തലമുറയ്ക്ക് അവരുടെ മുമ്പിലേക്ക് വരികയല്ല. അപ്പം ഇതിനോട് പിന്നെ ഇതിൻ്റെ ഡയറക്ടർക്കും എല്ലാവർക്കും അതേപോലെ ആർട്ടിസ്റ്റും എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ. അതിലാർക്കും നടക്കണം എന്നുള്ള കാര്യമേ നടത്തണം. അപ്പം ദൈവം സഹായിച്ചപ്പം നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്നുള്ള ഒരു ജനങ്ങളെ അറിയിക്കുക. അതിന് ജനങ്ങളെ അറിയിക്കാൻ അങ്ങനെ ചോദിച്ചാൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുക. അതാണ് ഇപ്പോൾ നടക്കുന്നത്.